ആ കടങ്ങൾ ഏറ്റെടുക്കണം. കടക്കാത്ത പേരൊക്കെ ഞാൻ നോട്ട് ബുക്കിൽ എഴുതിയിട്ട് ഇന്നും വീട്ടിൽ കൊടുക്കുന്നുണ്ട്. പരമാവധി ഒന്ന് സഹായിക്കണം. എത്ര ആളുകൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ അത്ര ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ശരീരത്തിൽ 5 സ്ഥലത്ത് ക്യാൻസർ വെടിവെട്ടിട്ടുണ്ട്. എൻ്റെ കൂടെ ഇരിക്കുന്നത് സാലിം ബുർഹാനി ഉസ്താദ്. 100-ലധികം ഗ്രന്ഥങ്ങൾ രചിക്കുകയും ഇൽമിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുകയും ചെയ്ത ബഹുന്യ ഉസ്താദാണ്. ഉസ്താദിൻ്റെ ഒരു കിഡ്നി മാറ്റിവെക്കേണ്ടി വന്നു. ശേഷം അസുഖമൊക്കെ മാറിയെന്ന് കരുതിയപ്പോൾ വീണ്ടും രോഗങ്ങൾ വന്നു. അവസാനം ക്യാൻസർ വന്ന് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഉസ്താദ് പോയിക്കൊണ്ടിരിക്കുകയാണ്. രോഗത്തിന് പണം ചെലവഴിച്ച് മറ്റു വിഷയങ്ങളിൽ കടങ്ങളായി ലക്ഷങ്ങളിങ്ങനെ കടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട വിനീതനും പഠിക്കുന്ന കാലത്ത് ഉസ്താദിൻ്റെ കിതാബ് ഓതിയവന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്നത് പ്രിയപ്പെട്ടവരെ ഹൃദയം കൊണ്ട് പോലും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇങ്ങനൊരവസ്ഥയിൽ കടം വന്ന് മരിക്കും ഉസ്താദ് എന്ന് വേദനയോട് ഉസ്താദ് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ദയവ് ചെയ്ത് നിങ്ങൾ സഹായിക്കണം. നിങ്ങളുടെ എല്ലാവിധ സ്വതക്കകളിലും നിങ്ങളുടെ സക്കാത്തുകളിലും ഉസ്താദിനെ ഉൾപ്പെടുത്തണം. പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് എല്ലാ ഉസ്താദുമാരും അവരുടെ മഹല്ലുകളിൽ ഉസ്താദിൻ്റെ വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കണം. 3-4 വർഷമായി പലവിധ സർജറികളും പലവിധ ചികിത്സകളുമായി പുറത്തിറങ്ങാൻ കഴിയാതെ ശരീരത്തിൽ 5 സ്ഥലത്ത് ഇതിപ്പോൾ ക്യാൻസർ വെടിവെട്ടിട്ടുണ്ട്. അതിൽ കൈ, അതുപോലെ വൃക്ക, നെഞ്ഞ്, ശ്വാസം കൂടി ആയി ഭയങ്കര വിഷമത്തിലാണ്. ഞാൻ 100ഓളം കിതാബുകൾ എഴുതി കേരളവും കർണാടകയും മൊത്തം വിതരണം ചെയ്തിരുന്ന ആളാണ്. 90 ലക്ഷം റുപ്യ കടം കയറി. അങ്ങനെ ആകെ ഉണ്ടായിരുന്ന വീടും സ്ഥലവും കൂടിയാണ് വിറ്റു കഴിഞ്ഞ മാസം. അത്ര കടം വീട്ടി. ആയുസ്സാൻ്റെ അടുത്താണ്. അപ്പോൾ ഇതിലൊരു ജില്ലത്തുണ്ടെന്ന് അറിയാം. നമ്മുടെ അഭിമാനം ഇത് നഷ്ടപ്പെടുത്തുകയാണ്. പക്ഷേ കിതാബിലൊക്കെ പറയുന്നത് വായിഫ് പോലുള്ള തസ്സീഫ് കിതാബ് പറയുന്നത് നമുക്ക് 3 അവസ്ഥയിൽ വിഷമം വന്നാൽ അത് ജനങ്ങളുടെ മുമ്പിൽ നിർബന്ധമായി അവതരിപ്പിക്കണം. അല്ലെങ്കിൽ കാത്തുന്ന നഫ്സ് സ്വന്തം ശരീരത്തെ കൊന്ന കുറ്റം കിട്ടുന്നതാണ് ഭൂരിപക്ഷ ആളുകൾ പറയുന്നത്. അപ്പം ഞാനിത് ദിവസങ്ങളെ ഇൻഷാ അല്ലാഹ് ഇവരെ ഇതിൽ ആയുസുള്ളൂ. അപ്പം ഞാൻ മരണപ്പെട്ടാലും നിങ്ങൾ ഇൽമിൻ്റെ കെയർ ഓഫിൽ ആ കട